BJP, RSS അവരെല്ലാം വർഗീയ പാർട്ടികളാണ്. നമുക്ക് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാക്ട് പരിശോധിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരുണ്ടോ? അപ്പോ അതിനർത്ഥം ലീഗ് പോലുള്ള സംഘടനകൾ ഇല്ലാതായി കഴിഞ്ഞാൽ വർഗീയ ശക്തികളെ അവസരം മുതലെടുത്ത് വളരുമെന്നാണ്. അതിനർത്ഥം തീവ്ര മുസ്ലിം വർഗീയവാദികൾ ഇവിടെ വളരുമെന്നാണോ അതോ തീവ്ര ഹിന്ദുവാദികൾ ഇവിടെ വളരുമെന്നാണ്? ഇനി ഫിറോസ്ക പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് RSS വർഗീയവാദത്തെ വളരാൻ അനുവദിക്കാതിരിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നാണ്. അതായത് ലീഗ് ഇല്ലാതായാൽ BJP, RSS വർഗീയത വളരും എന്നാണ് പറയുന്നത്. ഇനി സതീശൻ സാർ പറയുന്നത് നമുക്ക് ഒന്നും കൂടി കേട്ടു നോക്കാം. BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷം പ്രചരണം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്വേഷം. അതെ, അത് തന്നെ. BJP, RSS വർഗീയത അത് തടയാനുണ്ടായ ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ തടയുന്നവരാണ് ലീഗ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ BJPക്ക് ഇങ്ങനെ വാദിച്ചൂടെ, അതായത് RSS ഇല്ലാതായി കഴിഞ്ഞാൽ തീവ്ര മുസ്ലിം വർഗീയത വളരുമെന്ന്. നാളെ BJP അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുമോ? ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട സതീശൻ പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നിഷ്പക്ഷരായ ജനങ്ങളെ അവരുടെ സമാധാനം കളയുന്ന പോലെയല്ലേ? മുസ്ലിം ലീഗ് എന്ന പേര് പോലും ഒരു വിഭാഗത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്നുവെന്ന് സത്യമല്ലേ? എനിക്ക് തോന്നുന്നില്ല എങ്കിലും പക്ഷെ കേൾക്കുന്നവർക്ക് അത് തോന്നും. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ അതൊരു മതേതര പാർട്ടിയാണോ? സെക്യുലറിസം എന്ന സർട്ടിഫിക്കറ്റ് എപ്പോഴും നൽകുന്ന വി ഡി സതീശൻ അതിനെക്കുറിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. 2016 വർഗീയ ലഘുരേഖകൾ ഇറക്കി വോട്ട് പിടിച്ചതിന് ഹൈക്കോടതി MLA പദവി അസാധുവാക്കിയ 6 വർഷത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ മതമാണ് പ്രശ്നമെന്നും 9 വർഷത്തെ ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ഭരണം എടുക്കേണ്ടതെന്നും പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ ലീഗ് നേതാവിനെയും ആർജവത്തോടെ മാറ്റി നിർത്താനുള്ള, അതിനെതിരെ ഒരു മറുപടി പോലും നടത്താനുള്ള ആർജവം വി ഡി സതീശൻ കാണിക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പോഴല്ലേ ജനങ്ങളുടെ നായകനായിട്ട് ഞങ്ങളും നിങ്ങൾ അംഗീകരിക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഉറക്കെ വിളിച്ച് പറയാം, സാർ BJP, RSS അവരെല്ലാം വർഗീയ പാർട്ടികളാണെന്ന്. അപ്പോൾ ഞാനും ഉണ്ടാവും കൂടെ. അല്ലെങ്കിൽ ഇതൊരു ഇരട്ടത്താപ്പല്ലേ മുഖ്യ? പണ്ടെപ്പോഴോ ശ്രീ ബഹുമാനപ്പെട്ട കരുണാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്, സഭകളല്ല പാർട്ടിയാണ് കാര്യങ്ങളും മന്ത്രിസ്ഥാനങ്ങളും എല്ലാം തീരുമാനിക്കുന്നതെന്ന്. അന്ന് സഭയായിരുന്നല്ലോ UDFന്റെ ഏറ്റവും ശക്തി. ഇന്ന് പക്ഷേ അത് വലിയ ഘടകകക്ഷിയായി വളർന്ന് മത സർട്ടിഫിക്കറ്റുള്ള ലീഗും ജമാഅത്ത് ഇസ്ലാമൊക്കെ ആയി മാറി. അപ്പോൾ ലീഗിനോടും അത് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? മതപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും അവസാനമായി നടന്ന ലീഗിന്റെ വർഗീയ പ്രകടനം, അതായത് ലീഗ് പറയുന്ന നിയമങ്ങൾ ലീഗ് ഭരിക്കും കേരളം എണ്ണുന്നത് മോശമാണെന്നും അപലപിക്കുന്നു എന്നും പറയാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ പിടിപ്പുകേടാണോ അതോ ഇന്നത്തെ പാർട്ടിയുടെ നെടുന്തൂണ് ലീഗാണെന്നുള്ള ആദ്യമാണോ? രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കുറെ നിലപാടുകൾ അങ്ങനെ വാരി വിതറുമ്പോൾ ജനങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ഇന്നും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഉത്തരങ്ങൾ തന്നില്ല എന്നതല്ലേ സാരം?